എങ്ങനെയുണ്ട്? കറുത്ത വെളുത്ത മുത്തിന് കൊള്ളാം, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. മികച്ച ചിത്രത്തിന് വാസന്തിയും ലക്ഷ്മിയും കഥകളിയും അവസാന റൗണ്ടിലുണ്ട്. മികച്ച നടനുള്ള നോമിനേഷനിൽ മലയാളത്തിൽ നിന്നുള്ള 2 പേരാണ് അവസാന റൗണ്ട് വരെ ഉണ്ടായിരുന്നത്. മിമിക്രിയിലൂടെ സിനിമയിൽ സജീവമായ അഭിമാന താരം രാജാമണിയായിരിക്കും മികച്ച നടനെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാനും മിനിറ്റുകൾക്കകം അവാർഡുകൾ പ്രഖ്യാപിക്കും. ദേശീയ ചലച്ചിത്ര അവാർഡിനെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. മികച്ച ചിത്രമായി മലയാള ചിത്രം കഥകളി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫ്രഞ്ച് ഗവൺമെന്റുമായി സഹകരിച്ച് ചെയ്ത ചിത്രമാണ് കഥകളി. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മികച്ച നടനുള്ള പുരസ്കാരം രാജാമണിക്ക് നഷ്ടമായിരിക്കുന്നു. രാജാമണിക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരം. വാസന്തിയിലെ അന്ധഗായകനെ അവതരിപ്പിച്ച രാജാമണിക്ക് മികച്ച നടനുള്ള പുരസ്കാരം അവസാന നിമിഷം നഷ്ടമാവുകയായിരുന്നു. പിന്നെ അവരവനെ ചതിച്ചു. വണ്ടി ഇറക്കാൻ പറ. തോപ്പിക്കാൻ നോക്കുക, പേടിക്കാനൊന്നുമില്ല. സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമ്മുടെ പണി ഇങ്ങനെ തലയുറ്റി വീഴും, ചിലപ്പോ ബോധം പോവും. പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണീനെ കെട്ടണ്ടാന്ന്. ചന്തുള്ള പെണ്ണീനെ കെട്ടിയ മൂലം ആയുസും പോയി, എൻ്റെ അഴകും പോയി. 15 ഏക്കർ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൃഷിഭൂമിക്ക് ഇപ്പൊ വിലയില്ല. മാപ്പിള പറഞ്ഞ വിലക്ക് ഈ കച്ചവടം ചിന്തിക്കേ വേണ്ട. നിവൃത്തിയിടുകൊണ്ടാ ഒരു സഹായമായിട്ടെങ്കിലും. നമ്മൾ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ ആൾക്കാരല്ലേ. മേടിച്ച കാശും പലിശയും കൂട്ടിയാ ഇപ്പൊ തന്നെ എത്ര ലക്ഷമായെന്ന് അറിയാവോ? പിന്നെ ബാങ്ക് ലോണും. ശരിയാവില്ല മാപ്പിളെ, ശരിയാവില്ല. മോളുടെ കല്യാണ ഇതോടെ മുടങ്ങിയാല് ഞാനാണോ മുടക്കണത്? അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. മണ്ണിനോടും കൃഷിയോടും തോന്നിയൊരു മോഹത്തിന്റെ പേരിൽ വന്ന ബാധ്യതയാ. ഈ അവസ്ഥയല്ല, കൈവിടരുത് ദയവായി. ഞാൻ എന്ത് ചെയ്യാനാ മാപ്പിളെ? ബാങ്കുകാർ ഈ സ്ഥലം ജപ്തി കണക്ക് നോക്കിയെടുത്തോളം അവർക്ക് ഈ തുക കൊണ്ട് മതിയാവേ ഇല്ല. ഈ പേരെയും പറമ്പ് പോവും. അതുകൊണ്ട് ബാങ്ക് ലോൺ ഞാൻ അടക്കാം. എനിക്ക് തരാനുള്ള 32 ലക്ഷം രൂപ ഞാൻ ഒഴിവാക്കുകയും ചെയ്യാം. എന്താ പോരെ? ചതിക്കരുത്. മോളുടെ കല്യാണ ചെലവിന് ഒരു 10 ലക്ഷം രൂപയെങ്കിലും. ഇത് 3ാമത്തെ ആലോചനയാ. ഇതും കൂടെ നടന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. കർഷകൻ ആത്മഹത്യ ചെയ്താൽ കടം സർക്കാർ എഴുതിത്തള്ളു. ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്തിയും ഭീഷണിയൊക്കെ ഉള്ളൂ. അപ്പം മോളുടെ കല്യാണവും നടക്കും, കടവും തീരും. നിങ്ങളിത് എന്താ തമ്പര? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞൂടെ? അതെ, എല്ലാം കഴിഞ്ഞ് ഒരു 2 ലക്ഷം വേണേ തരാം. വേണ്ട. നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടുമ്പോഴും എമ്പറാൻ എന്നെ ഓർത്തില്ലല്ലേ? എന്റെ മോനിപ്പ് രാജാവാ, കണ്ടില്ലേ? നിങ്ങൾ ചോദിച്ചാൽ അവൻ എന്തും തരുമല്ല. എംബ്രാൻ എത്ര കടയുണ്ട്, അത് ഞാൻ വീട്ടും. ആലീസിന്റെ കല്യാണം നമുക്ക് ഗംഭീരായിട്ട് നടത്തണം. അതിനെത്രയാ വേണ്ടാച്ചാ ചോദിച്ചോ. മോനെ, ഇതൊക്കെ മുകളിലിരിക്കുന്നവൻ്റെ ഒരു കറക്കിക്കുത്തില തമ്പര. അതൊന്നും നമുക്ക് തടയാൻ പറ്റൂല. ജോസേ, എംബ്രാൻ എത്രയാ വേണ്ടെന്ന് വെച്ചാ കൊടുത്തേക്ക്. പ്രമാണൊക്കെ നമുക്ക് സൗകര്യം പോലെ ശരിയാക്കാം. ജോസ് നമ്മുടെ മാനേജരാ. നമസ്കാരം. അപ്പൊ മുതലാളി വിട്ടോ, നിങ്ങളുടെ കാശ് വീട്ടിലെത്തും. ഞങ്ങള് ബിസിനസ് ഒന്ന് സംസാരിക്കട്ടെ. നിന്റെ അച്ഛൻ്റെയും വിയർപ്പ് വീണ മണ്ണായത്. അത് നിന്റെ കയ്യിൽ വരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എംബ്രാനിപ്പോ ഹാപ്പി ആയില്ലേ? നമുക്കൊന്ന് പൊട്ടിച്ചാലോ? പഴയ പോലെ വാറ്റല്ല, സ്കോച്ചാണ്, സ്കോച്ച്. അയ്യോ വേണ്ടേ, ഞാൻ സൂപ്പർ സ്റ്റാർ ആയി പോവും. സൂപ്പർ സ്റ്റാർ രാജ്കുമാർ ജഗജാല കില്ലടക്കിന് ഏതാ ടിക്കറ്റ് കൂടി മാത്രം. വാ വാ വാ. സാറേ, സാറിന് ഫ്രീ പാസ് ആട്ടോ? ഞാൻ ടിക്കറ്റ് എടുത്ത് കണ്ടോളാം.
കണ്ടു വന്നാ മലപ്പുറം കത്തിയാവണം നിങ്ങളുടെ പൂളിക്കളയും രാജ്കുമാറിന് എനിക്ക് പ്രശ്നമല്ല. ഞാൻ രാജ്കുമാർ സാറിന്റെ പടത്തിൽ ഡയലോഗ് പറഞ്ഞല്ലേ അഭിനയം പഠിക്കാൻ. മോർണിംഗ് ഷോ കരിമാണി പുള്ളേ. അതിനിടയ്ക്ക് ഒരു ബോർഡ് വിട്ടാ പാലിന്റെ കാശ് എത്ര ലിറ്ററാ? 100 രാജ്കുമാർ സാറിന്റെ വലിയ ശരീരം നനഞ്ഞു വരണ്ടേ, അപ്പൊ അത്രയും പാല് വേണ്ടെന്ന്. 10 ലിറ്റർ പാല് 90 ലിറ്റർ വെള്ളം ചേർക്കുള്ളൂ. അത് നിങ്ങളുടെ തന്ത. എനിക്ക് എന്റെ തന്തയെ പോലാണ് രാജ്കുമാർ സാർ. അങ്ങേരുടെ പാല് ഞാൻ വെള്ളം ചേർക്കോ? അങ്ങേരുടെ പാലോ? നിങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ പശുവാണോ? എന്റെ ശശിയാണ് ഇതിന് വെള്ളം ചേർത്തല്ല. നിങ്ങൾ എന്റെ പേരിൽ 300 ലിറ്ററിന് കണക്കെടുത്തി എടുക്കൂലേ? ആ കാശ് അങ്ങനെ കൊടുക്കാൻ അങ്ങോട്ട്. ഷൂട്ടപ്പോഴാ തുടങ്ങുന്നത്. ഞാനാണ് പറയേണ്ടത്, അവരല്ലേ. നീ അവിടെ പോയി ചോദിക്കടാ. ചോദിച്ചിട്ട് നിവർത്തിയില്ല മനുഷ്യന്. ഷാജി, തിയേറ്ററിൽ ആള് തീരില്ല. നമ്മളോട് ഫാൻസാരെ കണ്ടപ്പോഴല്ലേ കരുമാടിക്ക് കൂവാൻ കയറ്റിയത്. ആ രാജ്കുമാർ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് വന്നേരെങ്കിലും പുള്ളിയുടെ പടത്തിന് കയറ്റിക്കൂടെ? നിങ്ങൾ കൂവാൻ കയറ്റിയ ആൾക്കാരൊക്കെ മഴയുടെ പടം കണ്ട് കൈയടിക്കാണ്. കൈകൊട്ട് പെണ്ണേ, കൈകൊട്ട് പെണ്ണേ, കുഞ്ഞുങ്ങളായിട്ട് കൈകൊട്ട്, കൈകൊട്ട് പെണ്ണേ, കൈകൊട്ട് പെണ്ണേ, കൈകൊട്ട് പിള്ളേരുള്ളേ. ഒന്ന് പോയാടാ അവിടുന്ന്. രാജ്കുമാർ സാറിന്റെ പടത്തിനെ മോർണിംഗ് ഷോക്ക് അല്ലെങ്കിൽ ഇത്തിരി ആള് കുറയും. മാറ്റിനെ ഒന്ന് നോക്കിക്കോ, പൂരത്തിലുള്ള ആൾക്കാരുണ്ടാവും. തേക്കങ്ങാട് മൈതാനിലായിരിക്കും. നീ വന്ന് ആ ചെണ്ടക്കാരെ വിളിച്ച് മാറ്റിക്കേറ്റ്. ഇക്കണക്കിന് ആരും കയറാൻ വഴിയില്ല. ഷോ കഴിയുമ്പോൾ ഊണ് മേടിച്ചു കൊടുക്കുമോ? ഊടൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞോട്ടേക്ക്. ഇനിയിപ്പോ അയാളെടുത്ത് എന്തെന്ന് പറയും. 1 മണിക്കൂറായി തുടങ്ങിയിട്ട് എൻ്റെ കോപ്പിലൊരു ഫോൺ വിളി. ഇങ്ങനെ ഷൂട്ടിംഗ് ബ്രേക്ക് ആകുമ്പോഴാണ് റിലാക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. മുമ്പ് ആലുവ എടുത്തോണ്ടോ? ശരി സാർ. ആ മോനെ, ഒരു മിൽക്ക് ഷേക്ക് കൂടെ എടുത്തോ, ഇത്തിരി ബദാം കൂടെ ഇട്ടോ. ശരി സാർ. ഒരു വല്ലാത്ത പരിപാടി. ഇപ്പൊ എത്ര നേരം ചൊറിഞ്ഞിട്ടിരിക്കാനും വയ്യ. എന്ത് കഷ്ടം നോക്കിയേ. സാറേ ഇതെപ്പ തുടങ്ങും? എനിക്കത് മൂത്രമൊഴിക്കാനാണ്. എന്നാ ഞാൻ ഒഴിപ്പിച്ചു. അപ്പൊ ഇത് ഊരില്ലെങ്കിൽ ചാക്കിനകത്ത് മൂത്രമൊഴിക്കണോ? ഓ ഇങ്ങോന്നേ. എന്താ സാർ? ഈ തൊളവട അവിടെ വെച്ചട്ടെ ഇവിടെ ഒരു തൊളിയിട്. അയ്യോ സാർ, ആ ഉഴുന്നോടെ കൊണ്ടുവരും. ശരി സാർ. ഓ, ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ ഷാപ്പാറിനൊരു കുഴപ്പമില്ല. വെട്ടി വിഴുങ്ങുക. റിഫ്ലക്ടർ അങ്ങോട്ട് മാറ്റി വെക്കേ. ഞാൻ ആദ്യം സബ്ജക്റ്റ് കേട്ടപ്പോഴേ പറഞ്ഞതാ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന്. വീണല്ലേ? ഓക്കെ സാറേ, മലബാർ കോഴിക്കോട് ഭാഗത്തൊക്കെ ഭയങ്കര പോക്ക കേട്ടോ പടം. കയ്യിൽ നിന്ന് പോയി. തിരുവനന്തപുരത്ത് നല്ല കൂവല. അടുത്ത ഷോയ്ക്ക് ആരും ഇല്ലെന്നാ പറയണേ. അപ്പൊ പിന്നെ ഇനി ഇയാളെ വെച്ചെടുക്കണോ? പാലക്കാടും പോയി. എനിക്കറിയായിരുന്നു.